ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ അവിയൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു അവിയലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മൾ പല രീതിയിൽ അവിയൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അവിയലിന് സവാള ചേർക്കാറില്ല, ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട്. മത്തങ്ങ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പടവളങ്ങ, വെള്ളരിക്ക, ചേന, പച്ചമുളക്, വെണ്ടയ്ക്ക, അമരയ്ക്ക, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് വാഴയില ഇട്ടൊന്ന് അടച്ചു വയ്ക്കാം. അല്പനേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുന്നതല്ലല്ലോ. അതിനുശേഷം നമ്മളിത് ചേനയൊക്കെ നന്നായിട്ട് വെന്തെന്ന് നോക്കിയതിന് ശേഷം വെന്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ അരപ്പാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അരമുറി തേങ്ങ, ഒരല്പം മഞ്ഞളും ജീരകവും മാത്രമേ ഞാൻ അരച്ചിട്ടുള്ളൂ. നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പുറത്തിട്ടിട്ടുണ്ടല്ലോ. നന്നായിട്ട് വെന്തതിന് ശേഷം ചേനയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ പച്ചക്കറിയുടെ വെള്ളത്തിലും ആവി വെള്ളത്തിലും ഒക്കെ ഇരുന്ന് നന്നായിട്ട് വെന്തുകൊള്ളും. അരപ്പിട്ടൊരല്പസമയം ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടി, ഉപ്പ് കുറവായിരുന്നു, ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല അവിയലിൻ്റെ, നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ച അവിയലാണ്. എല്ലാം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ചേനയും എല്ലാ മലക്കറികളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ പല രീതിയിലൊക്കെ അവിയൽ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിലൊക്കെ ഒരു വിസിലടിച്ച് അവിയൽ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മളെല്ലാ പച്ചക്കറികളും അരിഞ്ഞിട്ട് അവിയൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അവിയൽ വെക്കുമ്പോൾ സാധാരണ സവാള ചേർക്കാറില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ വിഷുവിന് നിങ്ങൾ അവിയലൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്